ഹരികുമാർ സാർ, നമസ്കാരം. നമസ്തേ. കശ്മീരിൽ പുതിയ തീവ്രവാദ മുഖം രൂപപ്പെടുകയാണ്. ഹൈബ്രിഡ് തീവ്രവാദം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹൈബ്രിഡ് തീവ്രവാദം? ഇതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്, എല്ലാവിധത്തിലുള്ള സഹായവും കശ്മീരിന് നൽകുന്നത് ഹമാസ് ആണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ ഒരുപാട് നാളായി ഇന്ത്യയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഹമാസിനെ ഇന്ത്യയിൽ നിരോധിക്കുക എന്ന് പറയുന്നത്. ഇന്ത്യ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹൈബ്രിഡ് തീവ്രവാദം? കശ്മീർ ശാന്തമായിരിക്കുന്നു എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ നമ്മളോട് പറയുന്നത്. പക്ഷെ ഇപ്പോഴും അവിടെ തീവ്രവാദങ്ങൾ പല രീതിയിൽ ഉടലെടുക്കുകയാണോ? പുതിയ ഭീകരവാദം കശ്മീരിൽ തലപൊക്കുകയാണ്. അത് ഹൈബ്രിഡ് ടെററിസം എന്ന പേരിലുള്ള ഒരു തീവ്രവാദത്തിന്റെ മറ്റൊരു തലമാണ്. ഈ ഹൈബ്രിഡ് ടെററിസം എന്ന അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നത് പറഞ്ഞിട്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതിന് പിന്നിൽ ഹമാസ് ആണെന്നുള്ളത് അതിന് ആവശ്യത്തിലധികം തെളിവുകൾ പൊതുവിടത്തിൽ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഹമാസ് നേതാവായിട്ടുള്ള നജി സഹീർ, അയാളാണ് ഈ ലഷ്കർ ഇ തയ്യബയെ ജെയ്ഷെ മുഹമ്മദിനെയും യോജിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു തീവ്രവാദ തന്ത്രം കശ്മീരിൽ രൂപപ്പെടുത്തിയത്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സേനയോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ അല്ല ഭീകരരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ലഷ്കർ ഇ തയ്യബയുടെ ഒരു നേതാവ് പരസ്യമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു സമ്മതം, ഒരു കുറ്റസമ്മത മൊഴിയുണ്ട്. ഞങ്ങളുടെ 30 നേതാക്കന്മാരെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് ഇന്ത്യയാണെന്നാണ് അയാൾ പറയുന്നത്. പാകിസ്ഥാനിൽ അജ്ഞാതർ കൊല്ലപ്പെടുന്ന ഭീകരരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ പ്രസ്താവന വന്നു കഴിഞ്ഞതിന് ശേഷം LTTയുടെ മറ്റൊരു നേതാവ് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഛർദ്ദിച്ച് അവിടെ തന്നെ കിടന്ന് മരിച്ചു. അപ്പോ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ഭീകരർക്ക് സുരക്ഷിതമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ലഷ്കർ ഇ തയ്യബയ്ക്കും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിനും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ മസൂദ് അസറിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ പലരും ഇന്ത്യയുടെ ആക്രമണത്തിൽ അവർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവര് അംഗവൈകല്യം വരുത്തപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്ന് ഓറിയന്റ് ചെയ്യുകയാണ്. എന്താണ് ഈ ഹൈബ്രിഡ് ടെററിസം എന്നുള്ളതിലേക്ക് നമുക്ക് എത്താം. ഇപ്പൊ പാകിസ്ഥാനിലുള്ള പല ഭീകര തിങ്ക് ടാങ്കുകളും ഒക്കെ തന്നെ ഈ ഒരു ആശയം അവർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഹമാസ് ഇസ്രായേലിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഹൈബ്രിഡ് ടെററിസം എന്ന് പറയുന്നത് ഈ പരമ്പരാഗത ഫിസിക്കൽ അറ്റാക്സ്, അതായത് എതിരാളിക്ക് നേരെ നടത്തുന്ന ശരിയായ റിയൽ അറ്റാക്സ് പ്ലസ് ഡിജിറ്റൽ ലോകത്തിലുള്ള റാഡിക്കലൈസേഷൻ, അതായത് ഇന്റർനെറ്റിലൂടെ കൂടുതൽ ആൾക്കാരെ തങ്ങളുടെ ആശയത്തിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ, മാനസികമായ ആക്രമണങ്ങൾ നടത്തുക. സർക്കാർ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ട്, ഇപ്പൊ പോലീസില്, ചിലപ്പോൾ മിലിറ്ററിയിൽ തന്നെ നുഴഞ്ഞു കയറിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുക. അതായത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സിസ്റ്റത്തിന്റെ ഭാഗമായി തന്നെ മാറുക. ഒരുപക്ഷെ കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഹൈബ്രിഡ് ടെററിസത്തിന്റെ മറ്റ് തലങ്ങളിലേക്ക് നമ്മൾ അതിന്റെ ശൈലിയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹൈബ്രിഡ് ടെററിസത്തിന്റെ ഒരു ഭാഗമാണ് ഭീകര ആക്രമണമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആക്രമണം നടത്തുക. അപ്പൊ ഈ മുഖമില്ലാത്ത ഭീകരനെ സർക്കാർ എങ്ങനെ നേരിടും? ഇതിന്റെ ഒരു ഭാഗമാണ് ലോൺ വുൾഫ് അറ്റാക്ക് എന്ന് പറയുന്ന ചില ആൾക്കാര് കത്തിയെടുത്ത് ചുറ്റും നിൽക്കുന്നവരെ കുത്തിക്കൊല്ലുക. അതല്ലെങ്കിൽ വാഹനം കൊണ്ടിടിച്ച് കൊലപ്പെടുത്തുക. ഇതും ഹൈബ്രിഡ് ടെറർ അറ്റാക്ക്. ഇതെല്ലാം തന്നെ ഹമാസ് രൂപപ്പെടുത്തിയിരിക്കുന്ന തന്ത്രമാണ്. കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തിനോട്, ഇസ്രായേൽ IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിനോടും മൊസാദ് പോലുള്ള ഒരു സെക്യൂരിറ്റി ഏജൻസിയോടും ഒന്നും തന്നെ ഏറ്റുമുട്ടാൻ ഒരു ഭീകര സംഘടനയ്ക്കും ശേഷിയില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഈ
മുഖം മൂടി അണിഞ്ഞ അല്ലെങ്കിൽ മുഖ മുഖ ആവരണമിട്ട ഭീകരത എത്തിച്ചേരുന്നത്. ഈ ഭീകരത ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനുള്ള ചുമതലയാണ് നാജി സഹീറിന് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഹമാസിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് വിഭാഗത്തിന്റെ തലവനാണ് നാജി സഹീർ. നാജി സഹീർ ഇപ്പൊ പാക് ഓക്യുപ്പൈഡ് കശ്മീരിൽ ക്യാമ്പ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്ന് ആകെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. കാരണം ഇപ്പോ അതിശയകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. പാകിസ്ഥാന് സമാധാനമുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ മാത്രമാണ്. ഇപ്പം നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി എടുക്കുക, ഖൈബർ പക്തൂൺവായിൽ, അവിടെ വലിയ ഭീകരാക്രമണങ്ങളാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു ഗതിയില്ല അവിടെ. തിരിച്ച് നിങ്ങൾ ബലൂചിസ്ഥാനിൽ ചെല്ലുക, ബലൂചിസ്ഥാനിൽ കയറാൻ പോലും പാകിസ്ഥാൻ സൈന്യത്തിനോ അതല്ലെങ്കിൽ പാകിസ്ഥാൻ പോലീസിനോ റവന്യൂ അതോറിറ്റീസിനോ ഒന്നും പറ്റുന്നില്ല. ബലൂച്ചികൾ അവർ പാകിസ്ഥാനികളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത ഘട്ടത്തിലെത്തി. അവരോട് നിങ്ങൾ പാകിസ്ഥാനിയാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞാൻ ബലൂഷിയാണെന്ന് പറയും. ആ ഘട്ടത്തിലെത്തി ബലൂചിസ്ഥാൻ. സ്വാതന്ത്ര്യം അവർ പ്രഖ്യാപിച്ചു. അവർ സ്വതന്ത്ര രാജ്യം ഔദ്യോഗികമായിട്ട് ആയിട്ടില്ലെങ്കിൽ ശരി, ഏതാണ്ട് സ്വതന്ത്ര രാഷ്ട്രം എന്ന പോലാണ് ഇപ്പൊ അവിടെ കാര്യങ്ങളുടെ കിടപ്പ്. അത് പഞ്ചാബികൾ പഞ്ചാബികളായിട്ടാണ് അറിയപ്പെടുന്നത്, സിന്ധികൾ സിന്ധികളായിട്ടാണ്. അപ്പൊ ഏകീകൃത പാകിസ്ഥാൻ എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഇല്ലാതായി. അപ്പൊ അവർക്ക് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയേ പറ്റും. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ് ഹൈബ്രിഡ് ടെററിസം പാകിസ്ഥാനിൽ പറഞ്ഞ് സൈക്കോളജിക്കൽ അറ്റാക്കിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പിന്നെ കോൺസ്പിറസി ഗൂഢാലോചന സിദ്ധാന്തങ്ങളല്ലേ, ഇതിന് എവിടെയാണ് ഇതിലെ തെളിവ് എന്ന് ചോദിച്ചാൽ അവിടെ കാശ്മീരിൽ പുതിയ സംഘടനകളൊക്കെ, തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. ലഷ്കർ ഇ തയ്യബ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് എന്ന പേരിൽ ഒരു പുതിയ ഭീകര സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഭീകര സംഘടന ചെയ്യുന്നത് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ വളർത്തുക എന്നുള്ളതാണ്. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് കാശ്മീർ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദു ജീവനക്കാരുടെ പേരും ഫോൺ നമ്പരും അവർ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ 6 പേരുടെ ആദ്യത്തെ കാശ്മീരി പണ്ഡിറ്റുകളായിട്ടുള്ള 6 പേരുടെ ഒരു ലിസ്റ്റ്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ വീട് നിൽക്കുന്നത് എവിടാണ്, അവരുടെ മക്കൾ എവിടാണ് പഠിക്കുന്നത്, അവരുടെ ഭാര്യമാർ എവിടാണ് ജോലി ചെയ്യുന്നത്, ഇത്തരം വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുക, ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ചെന്നിട്ട് അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO എടാ രാജേഷേ, നിന്റെ വീട് ഇന്ന സ്ഥലത്തല്ലേ, നിന്റെ കുട്ടികൾ ഇന്ന സ്കൂളിലല്ലേ പഠിക്കുന്നത്, നിന്റെ ഭാര്യ ഇന്നിടത്തല്ലേ ജോലി ചെയ്യുന്നത്, നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന സ്ഥലങ്ങളിലല്ലേ, നിന്റെ മക്കള് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ ഒരു ഭയം അദ്ദേഹത്തിന്റെ നട്ടലിലൂടെ താഴോട്ട് അരിച്ചറിഞ്ഞു. ഈ ഭയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ ഈ തന്ത്രം അവിടെ പ്രയോഗിക്കുന്നത്. അത് ലഷ്കർ ഇ തയ്യബയുടെ ഒരു ഓഫ് ഷൂട്ട് ആയിട്ടുള്ള ULF യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ആണ് അത് ചെയ്യുന്നത്. ഇത് സൈക്കോളജിക്കൽ വാർഫെയർ ആണ്, മാനസികമായ ആക്രമണമാണ്. നിങ്ങൾ നോക്കിയാൽ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. പലയിടത്തും കേരളത്തിൽ ഇത് നടക്കുന്നു. ഈ മാനസിക പിന്നെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഉപയോഗിക്കുക, എതിരാളികൾക്കെതിരെ കേസ് കൊടുക്കുക. ഇപ്പം ദേശീയ ബോധമുള്ള ആൾക്കാരെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, അവർക്കെതിരെ വ്യാജ കേസുകൾ കൊടുക്കുക. വ്യാജ കേസുകൾ കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ പിന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക, കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാക്കുക. നിരവധി കേസുകൾ നിരവധി സ്ഥലത്ത് അവർക്കെതിരെ കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരു ബഹുമുഖ തന്ത്രത്തിലേക്ക് തീവ്രവാദം കശ്മീരിൽ, ഭീകരത, തീവ്രവാദം എന്നല്ല അതിന് പറയേണ്ടത്, അത് ഭീകരതയാണ്. ഭീകരതയുടെ മാറുന്ന മുഖം കാശ്മീരിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി അവര് ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ എന്ന് വെച്ചിട്ട് അവർ പരമ്പരാഗത ആക്രമണങ്ങൾ ഇല്ലാതാക്കിയെന്ന് വിചാരിക്കേണ്ട. ടാർഗറ്റഡ് അറ്റാക്കാണ് ഹമാസിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മറ്റൊരു യുദ്ധതന്ത്രത്തിലേക്ക് കശ്മീർ ഭീകരത മാറുകയാണ്, ഹൈബ്രിഡ് വാർഫെയറിലേക്ക്. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഹൈബ്രിഡ് വാർഫെയറിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ സേന. ഇത് കൂടുതലും ജനങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരർ, അല്ലെങ്കിൽ മൂടുപടമിട്ട മുഖാവരണമിട്ട ഭീകരത. ഈ ഭീകരത വരും ദിവസങ്ങളിൽ കശ്മീരിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തും പരീക്ഷിക്കാൻ ഹമാസ് തയ്യാറെടുക്കുകയാണ്. ഹമാസിനെ ഇപ്പോഴും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇക്കാര്യത്തിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി
അമിത്ഷാ അലംഭാവം തന്നെ കാണിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം അമിത്ഷായ്ക്ക് എവിടെയോ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. പേരെടുത്ത് തന്നെ വിമർശിക്കേണ്ട സാഹചര്യമാണ്. ബി ജെ പിയും പിന്നെ മോദി ഭക്തരും ഒക്കെ പറയുന്നത് പോലെ കാര്യങ്ങൾ അത്ര കാര്യക്ഷമമായിട്ടാണോ നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ശരി, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പോലും എത്രയോ കൊല്ലമെടുത്തു. ആ കൊല്ലങ്ങളിലൊക്കെ തന്നെ ഇവർ പല ന്യായങ്ങൾ പറയുമായിരുന്നത്. യഥാർത്ഥത്തിൽ അവരന്ന് ചിന്തിച്ചിരുന്നത് ഇത് കേരളത്തിൽ മാത്രമുള്ള സംഘടനയാണ്, കേരളത്തിൽ കുറച്ച് പേര് കൊല്ലപ്പെട്ടാലും ശരി, ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഡൽഹി കലാപം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാക്കി, പെട്ടെന്ന് അവർ ചുവട് മാറ്റി. എന്തായാലും ശരി, കൂടുതൽ കാര്യക്ഷമതയോടെ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രതിരോധ വിഭാഗം അതുപോലെ തന്നെ ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സംയുക്ത നീക്കം ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.